നിലമ്പൂരിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. NDA സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിൽ ഇപ്പോഴും തർക്കമാണ്. BJP തന്നെ മത്സരിക്കണമെന്ന നിലപാടിലാണ് നിലമ്പൂരിലെ പ്രാദേശിക നേതൃത്വം. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പമുണ്ട്. അർജുൻ മട്ടന്നൂർ, ഗുഡ് ഈവനിംഗ്. LDF-ഉം UDF-ഉം കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. പാർട്ടി ചിഹ്നത്തിൽ അവർക്ക് സ്ഥാനാർത്ഥികളുമായി. NDA ക്യാമ്പിൽ എന്താണ് ഇത്രയ്ക്ക് ആലോചിക്കുന്നത് അർജുൻ? അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലമ്പൂരിൽ UDF-നും LDF-നും സ്ഥാനാർത്ഥിയായി ഇനി NDA സ്ഥാനാർത്ഥി വരുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഇതിൽ മത്സരിക്കേണ്ടതില്ല, ഈ തിരഞ്ഞെടുപ്പ് തന്നെ അനാവശ്യമാണ് എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. പക്ഷേ അത്തരത്തിലല്ല, മത്സരിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രാദേശിക നേതൃത്വം. എനിക്ക് തൊട്ട് സമീപത്തായി ഇപ്പോൾ മണ്ഡലം കമ്മിറ്റി യോഗം ചേരുകയാണ്. നിലമ്പൂർ എടക്കര മണ്ഡലം കമ്മിറ്റി, BJP-യുടെ മണ്ഡലം കമ്മിറ്റി യോഗമാണ് ചേരുന്നത്. ഇതിൽ സംസ്ഥാന സെക്രട്ടറി S. സുരേഷ്, അതോടൊപ്പം തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത്. പ്രാദേശിക നേതൃത്വം മത്സരിക്കണം എന്ന കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമായിരിക്കും. ഇതിനുശേഷം നാളെയോ മറ്റന്നാളോ ഇക്കാര്യത്തിൽ ഒരു അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2016-ൽ BDJS മത്സരിച്ചപ്പോൾ 12,500-ഓളം വോട്ട് നിലമ്പൂർ മണ്ഡലത്തിലുണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യാണ് മത്സരിച്ചത്. 8,500 വോട്ട് ലഭിക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17,500-ഓളം വോട്ടാണ് NDAക്ക് ലഭിച്ചത്. എന്തായാലും ഇത്തവണ മത്സരിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രാദേശിക നേതൃത്വം. അതായത് BDJS-ഉം BJP-യും പ്രാദേശിക നേതാക്കൾ മത്സരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് NDAയുടെ സംസ്ഥാന നേതൃത്വമാണ്. ഇതിൽ ഇപ്പോൾ പരിഗണനയിലുള്ളത് BJP-യാണ് മത്സരിക്കുന്നതെങ്കിൽ നവ്യ ഹരിദാസ്, അതോടൊപ്പം തന്നെ യുവരാജ്, ഗോകുൽ, ശങ്കുട്ടിദാസ് എന്നിവരുടെ പേരുകളാണ് ആദ്യമായി പരിഗണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ BDJS-ആണ് മത്സരിക്കുന്നതെങ്കിൽ നേരത്തെ 2016-ൽ മത്സരിച്ച ഗിരീഷ് മേക്കാട്ട് തന്നെയായിരിക്കും ഇത്തവണയും സ്ഥാനാർത്ഥി.